നമസ്കാരം. PR വർക്കേഴ്സിനെ വെച്ച് പല മീഡിയകളിലും സ്വന്തം പേരിനൊപ്പം സൂപ്പർ സ്റ്റാർ എന്ന് ചേർക്കുന്നവർ മലയാള സിനിമയിലുണ്ടെന്ന് നടി മമത മോഹൻദാസ്. താൻ സൂപ്പർ സ്റ്റാർഡം എന്ന കാര്യത്തിന് വേണ്ടി ഒരിക്കലും ശ്രമിക്കാത്ത ആളാണെന്നും തനിക്ക് അതിന്റെ ആവശ്യമുള്ളതായി തോന്നിയിട്ടില്ലെന്നും മമത കൂട്ടിച്ചേർത്തു. സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ, പവർ സ്റ്റാർ, ആക്ഷൻ സ്റ്റാർ, സ്റ്റൈൽ മന്നൻ, ഉലകനായകൻ, ഇളയദളപതി, തല, പെർഫെക്റ്റ് സ്റ്റാർ എന്നിങ്ങനെ ഓരോ ഇൻഡസ്ട്രിയിലും നടന്മാർക്ക് പല ടാഗുകളാണ്. ചുരുക്കം ചില നടന്മാരെയും ഇത്തരത്തിൽ ടാഗോടുകൂടെ വിശേഷിപ്പിക്കുന്നുണ്ട്. ക്യൂൻ നായിക, സൂപ്പർ സ്റ്റാർ, ലേഡി സൂപ്പർ സ്റ്റാർ എന്നിങ്ങനെ പോകുന്നു അത്തരം വിശേഷണങ്ങൾ. എന്നാൽ ചിലർക്ക് അത് ജനം മനസ്സറിഞ്ഞു കൊടുത്ത വിശേഷണമല്ല എന്നാണ് മമത മോഹൻദാസ് പറയുന്നത്. മഹാരാജ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് മമത. തന്റെ സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങളും സിനിമ ഇൻഡസ്ട്രിയിലെ നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാം മമത അഭിമുഖങ്ങളിൽ സംസാരിക്കാറുണ്ട്. അത്തരത്തിൽ ഗലാട്ട തമിഴ് നൽകിയ ഒരു അഭിമുഖത്തിൽ മമത പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നു. ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസർമാരുടെ കാശ് വെറുതെ കളയുന്ന ഒത്തിരി നായകന്മാരുണ്ട് എന്ന് പറഞ്ഞു വരികയായിരുന്നു മമത. നിർമ്മാതാവിന്റെ ഭാഗത്ത് നിന്ന് കൂടെ ചിന്തിക്കുന്ന നടിയാണ് ഞാൻ കാരണം സിനിമയുടെ പ്രൊഡ്യൂസർക്ക് അമിതമായ ചെലവ് വരാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ പൈസ വെറുതെ കളയരുതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അസിസ്റ്റന്റിനൊപ്പമല്ല ഞാൻ ലൊക്കേഷനിലേക്ക് വരുന്നത്. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അമ്മ തന്നെയാണ്. എന്നാൽ നിർമ്മാതാവിന്റെ കാശ് കളയാൻ വേണ്ടി മാത്രം അനാവശ്യമായ ചെലവ് കൊണ്ടുവരുന്ന നടിമാരുണ്ട്. 3-4 അസിസ്റ്റന്റിനൊപ്പമാണ് അവർ ലൊക്കേഷനിലേക്ക് വരുന്നത് തന്നെ. അവരുടെ ആവശ്യങ്ങൾ പലപ്പോഴും നിർമ്മാതാവിന് താങ്ങാൻ പറ്റാത്തതാവും. അത് മാത്രമല്ല, ഓരോ പോസ്റ്റാണ് നടിമാർ ആഗ്രഹിക്കുന്നത്. കാശ് കൊടുത്ത് PR-നെ വെച്ച് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് നടക്കുന്ന നടിമാരുണ്ട്. ജനങ്ങൾ അംഗീകരിച്ചു നൽകിയതല്ല, അവർ കാശ് കൊടുത്ത് വാങ്ങിയതാണ് എന്നാണ് മമത പറഞ്ഞത്. എന്നാലും ആരായിരിക്കും ആ നടിയെന്നാണ് ആരാധകരുടെ ചോദ്യം. മലയാളത്തിലും വൈറലായ ഇന്റർവ്യൂവിൽ ചിലർ മഞ്ജു വാര്യരുടെ പേര് എടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ദയവ് ചെയ്ത് എന്നെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കരുത്, അത് ഇഷ്ടമല്ല, നടി എന്ന് വിളിച്ചോളൂ, അങ്ങനെ മാത്രം വിശേഷിപ്പിക്കരുത് എന്ന് പല അഭിമുഖങ്ങളിലും മഞ്ജു പറഞ്ഞതാണ്. അതേസമയം മമതയുടെ വിമർശനം മഞ്ജു വാര്യർക്ക് നേരെയാണെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ നടി സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയപ്പോൾ താൻ അതിൽ സഹതാരമായി അഭിനയിക്കാൻ തയ്യാറായെന്നും എന്നാൽ പിന്നീട് തന്റെ ഒരു സിനിമയിലേക്ക് ഗസ്റ്റ് റോളിലേക്ക് ക്ഷണിച്ചപ്പോൾ ഈ നടി വന്നില്ലെന്നും മമത ആരോപണം ഉന്നയിച്ചിരുന്നു. മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രമായി എത്തിയ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ മമത ഗസ്റ്റ് റോളിൽ എത്തിയിരുന്നു. എന്നാൽ തമിഴകം പറയുന്നത് മഞ്ജു വാര്യരല്ല, നയൻതാരയാണ് ആ നടിയെന്നാണ്. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന ടാഗ് നയൻ കാശ് കൊടുത്ത് വാങ്ങിയതാണെന്ന് അഭിമുഖത്തിന് താഴെ വരുന്ന കമന്റുകൾ. മലയാളം തമിഴ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് മഞ്ജുവും നയൻതാരയുമാണ് ഇപ്പോൾ ആ പദവി അലങ്കരിച്ചിരിക്കുന്നത്. ചിലർക്ക് അത് ഉർവശിയാണ്, മറ്റു ചിലർക്ക് ശോഭനയാണ്. ഇവരിൽ ആരെങ്കിലും ആണോ അതോ ബോളിവുഡിലെ ആരെങ്കിലും ഉദ്ദേശിച്ചാണോ മമത പറഞ്ഞതെന്നാണ് സോഷ്യൽ മീഡിയയുടെ സംശയം. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.